ഇനി കേരളത്തിലെ ഈ സഖാക്കന്മാർ തുടർഭരണം നഷ്ടപ്പെട്ടാൽ എവിടെ പോയി പൊറോട്ട അടിക്കും? ഒരു ചർച്ച വരുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ കനകോലും ഇട്ടുതരുന്നു വെച്ചിട്ട് ചർച്ചയ്ക്ക് വരരുത്, വസ്തുതാപരമായി ചർച്ചയ്ക്ക് വരണം. ജിൻഡോ ജോൺ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സമാപിച്ച കോൺക്ലേവിന്റെ പേര് വിഷൻ 2031 എന്നുള്ളതാണ്. ഫറൂഖ് അബ്ദുള്ളയൊക്കെ പങ്കെടുത്തത്. 2031 കുറിച്ചുള്ള വിഷൻ. നമുക്ക് ഈ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇന്ന് പുറത്തു വന്ന പ്രസംഗത്തിലോ അദ്ദേഹം 2031 കുറിച്ചാണ് പറഞ്ഞത്. 2031 ആകുമ്പോൾ സംസ്ഥാന രൂപം കൊണ്ടിട്ട് ഒരു പ്രത്യേക നിലയിലെത്തും എന്ന് പറഞ്ഞാൽ പ്ലാറ്റിനം ജൂബിലി 75 വർഷം ഇനിയും മുന്നേറേണ്ടതുണ്ട്. അപ്പൊ 2031 കേരളം എങ്ങനെയാവണം? ഇതാണ് ജനങ്ങളോട് ചോദിക്കുന്നത്. 2031 എങ്ങനെയാവണം? അടുത്ത 5 വർഷം എങ്ങനെയാവണം? അത്രയും കോൺഫിഡൻസ് ആണ്. തുടർ ഭരണം എന്നുള്ള കാര്യത്തിൽ അത്രയും കോൺഫിഡൻസ് ആണ്. ഇപ്പോ ഇവിടെ അനിൽകുമാർ മുന്നോട്ട് വെച്ച തുടർ ഭരണം ഇല്ലെങ്കിലോ എന്ന ചോദ്യത്തിന് എന്താ മറുപടി? അഭിലാഷ്, ഒരു കാര്യം, ഈ മുണ്ട് മുറുക്കി കൊടുക്കാൻ പറഞ്ഞത് AK ആന്റണിയാണ് ആദ്യം പറഞ്ഞത്. ശരിയൊക്കെയാണ്. അതിന് മുമ്പത്തെ നയനാർ മന്ത്രിസഭയുടെ സമയത്ത് സകലമാന നികുതിയും കളക്ട് ചെയ്ത് കൊള്ളയടിച്ചിട്ട് പോയതിനു ശേഷം വന്ന സർക്കാരിന് ശമ്പളം കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടിയ കാലത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റാണ്. അതിനുശേഷം ഈ മുണ്ട് മുറുക്കി കൊടുക്കൽ സ്ഥിരമായി പറയുന്ന 2 ആളുകളുണ്ട്. ഒന്ന് തോമസ് ഐസക്കും, 2 KN ബാലഗോപാലുവ. രണ്ടും പിണറായി വിജയന്റെ 1ഉം 2ഉം സർക്കാരിലെ ധനകാര്യമന്ത്രിമാരാ. എത്രയോ വട്ടം അവർ പറഞ്ഞതിന്റെ തെളിവുകൾ ഞാൻ ഹാജരാക്കണം. അപ്പൊ അവർ പറഞ്ഞ മുണ്ട് മുറുക്കി കൊടുക്കൽ വേറെ എന്തെങ്കിലും സാധനമാണോ? ഉണ്ടല്ലേ. അപ്പോ AK ആന്റണി പറഞ്ഞ മുണ്ടിനെ കുറിച്ച് മാത്രമേ അനിൽകുമാർ കേട്ടിട്ടുള്ളൂ. ഞാൻ പറയട്ടെ അനിൽകുമാറെ, അസ്വസ്ഥമാകല്ലേ. നിങ്ങൾ അസ്വസ്ഥമായി അത് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയും. എന്ത് കഷ്ടം. അവസരം എത്ര എണ്ണം വേണമെങ്കിലും പറയും. ഇനി നിങ്ങൾ ഇതൊക്കെ പറഞ്ഞാലും നിങ്ങളോ ഞാനോ പറയുന്നത് ശരിയെന്ന് പൊതുസമൂഹം തീരുമാനിക്കട്ടെ, നിങ്ങളുടെ സഖാക്കന്മാർ തീരുമാനിക്കട്ടെ. നിങ്ങൾ എത്ര ആക്ഷേപിച്ചാലും എത്ര കളിയാക്കിയാലും നിങ്ങളുടെ സഖാക്കന്മാർ തീരുമാനിക്കട്ടെ. ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് തെരഞ്ഞെടുപ്പിലൂടെ മാത്രമല്ലേ തെളിയിക്കാൻ ഞങ്ങൾക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് തെളിയിക്കാൻ പറ്റുക? നിങ്ങൾ എന്തായാലും സമ്മതിച്ചു തരില്ല. ഇനി നിങ്ങൾ പറയുന്ന പ്രോഗ്രസ് റിപ്പോർട്ട്, അനിൽകുമാരൻ, നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്താ? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അറിഞ്ഞിട്ട് 6 വർഷക്കാലം സംരക്ഷിച്ചതോ? അതിനുശേഷം ആഗോള സംഗമം നടത്തി അതിൻ്റെ പേരിലും കോടികൾ കൊള്ളയടിച്ചതോ? അവിടെ മേടിച്ച കിടക്ക വരെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയതോ? ഊരാളുങ്കൽ സൊസൈറ്റിയെ മറയാക്കിക്കൊണ്ട് നിരന്തരം ടെൻഡർ ഇല്ലാതെ പദ്ധതികൾ കൊടുത്ത് കോടികൾ കൊള്ളയടിച്ച് CPMന്റെ പ്രചരണത്തിന് പണം ആർജിക്കുന്നതോ? പിൻവാതിൽ നിയമനം, ധൂർത്ത്, അഴിമതി, കുടുംബശ്രീ ക്യാൻറ്റീൻ മുതൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ തസ്തികയിൽ വരെ സഖാക്കന്മാരുടെ ഭാര്യമാരെ തിരികെ കയറ്റുന്ന പിൻവാതിൽ നിയമനം, അതാണ് നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട്. PPE കിറ്റ് പർച്ചേസ് ചെയ്തതിൽ 1000 കോടി, മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ 1200 കോടി, കാലാവധി കഴിഞ്ഞ മരുന്ന് തിരിച്ച 1650 കോടി രൂപയുടെയൊക്കെ അഴിമതി നടത്തിയതാണ് നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട്. ആശുപത്രി ഇടിഞ്ഞ് രോഗികൾ മരിക്കുന്നത് അതാണോ? ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയ മാറ്റിവെക്കപ്പെടുന്നത്, 6 ദിവസക്കാലം നോക്കാൻ ആളില്ലാതെ മരിച്ച വേണുവിന്റെ മരണമൊഴി, ഈ കഴിഞ്ഞ ദിവസം മരിച്ച നവജാത ശിശുവിന്റെ മരണം, കൈക്ക് പരിക്കേറ്റിയെന്ന കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റുന്നത്, കാലിന് പരിക്കേറ്റിയെന്ന ആളുടെ നാവ് മുറിച്ചു മാറ്റുന്നത്, വയറ്റിൽ കത്രിക വെച്ച് കൊടുത്തു വിട്ടുന്നത്, മരുന്ന് ക്ഷാമം, ഇതൊക്കെയാണോ നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട്? അപ്പോൾ സർക്കാരുകൾ ഭരിക്കുമ്പോൾ കുറവുകൾ സംഭവിക്കും. പക്ഷേ ഈ കുറവുകളൊന്നും സമ്മതിക്കാതെ അതൊക്കെ സിസ്റ്റത്തിന്റെ തലയിൽ വെച്ച് കെട്ടിയിട്ട് നേട്ടങ്ങൾ മാത്രം നിങ്ങളുടേതാണ്, നിങ്ങൾ മാത്രമാണ് 1-ാം നമ്പർ എന്ന് പറയുന്ന ആ പരിപാടിയുടെ പേരാണോ ഈ പ്രോഗ്രസ് റിപ്പോർട്ട്? ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിർമ്മാണ തൊഴിലാളികൾക്ക്, കർഷക തൊഴിലാളികൾക്ക്, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക്, അതുപോലെ മോട്ടോർ തൊഴിലാളികൾക്കൊക്കെ ക്ഷേമനിധികൾ കൊടുക്കാതായിട്ട് 1.5 വർഷത്തിലധികമായി. നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? അതിലും ബഹുഭൂരിപക്ഷം CPMകാരാ. നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? മറുപടി ഇല്ലല്ലോ. ഇനി ഞാൻ ചോദിച്ചത്, നവകേരള സർവേയുടെ പേരിൽ നിങ്ങൾ നടത്തിയ രാഷ്ട്രീയ പ്രചരണത്തിന് കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് 20 കോടി രൂപ ചെലവഴിച്ചത് നൈതികമായി, ധാർമ്മികമായി, നിയമപരമായി തെറ്റാണ്. അതിനെക്കുറിച്ച് താങ്കൾക്ക് മറുപടിയില്ല. അപ്പൊ താങ്കൾ പറയാ ശബരിമലയിൽ ജയിലിൽ പോകാൻ പോകുന്നവർ, കൊടിമരത്തിന്റെ പേരിൽ ജയിലിൽ പോയവർ ആരാ? ആ പത്മകുമാർ ആരാ? വാസു ആരാ? ഇതൊക്കെ ആരാ അനിൽകുമാറെ? കോൺഗ്രസിന്റെ KPCC മെമ്പർമാരല്ലോ, CPMന്റെ നേതാക്കന്മാരല്ലേ? ആ കാര്യത്തിൽ മറുപടി പറഞ്ഞിട്ട് പോകാൻ പോകുന്നവരുടെ ആ ജാതകം തിരയാൻ പോയാൽ മതി. ഇനി താങ്കൾ പറഞ്ഞു ആ വയനാട്ടിൽ ആപ്പ് ഉണ്ടാക്കിയത് വിഴുങ്ങിയെന്ന്. ആപ്പ് തൊണ്ടേ കുടുങ്ങിയ പോലെയാണ് താങ്കൾ സംസാരിച്ചത്. കാരണം എല്ലാ കാര്യത്തിനും കനകോലുവാണ് പ്രശ്നം. നിങ്ങൾക്ക് കനകോലുവിനെ ഒരാളെ വേണം നിങ്ങൾക്ക് ചാരാൻ. നിങ്ങൾക്ക് കിണർകോല് എഴുതി തരുന്ന ആ ഇതില്ലേ സ്ക്രിപ്റ്റ്, അതാണ് പരാജയപ്പെടുന്നത്. ജനങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് പെൻഷൻ കാശ് അങ്ങോട്ട് കൊടുക്കുന്നു, പിന്നെ ഇങ്ങോട്ട് കൊടുക്കുന്നു. മൊയ്തീനെ കൊണ്ട് എന്തൊക്കെ കള്ളത്തരം പറയിപ്പിച്ചു, അവസാനം കയ്യോടെ പിടിച്ചില്ലേ? അപ്പൊ ഈ പരിപാടി കിണർകോല് തരുന്ന. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. സർക്കാർ വയനാട്ടിൽ, ഞങ്ങൾ കോൺഗ്രസ്സുകാർ ഭരണമില്ലാത്ത സംഘടന, പ്രതിപക്ഷത്തെ സംഘടനയല്ലേ, ഞങ്ങൾക്ക് ഫണ്ട് കളക്ട് ചെയ്യുന്നതിൽ പോരായ്മയുണ്ട്, ഞങ്ങൾ അവിടെ സ്ഥലം ഏറ്റെടുക്കുന്നുള്ളൂ, പല തടസ്സങ്ങളുണ്ട്. നിങ്ങൾ സർക്കാർ അവിടെ ഇതുവരെ എത്ര വീട് തിരിച്ചു വെച്ചു കൊടുത്തു? 1.5 കൊല്ലമായില്ലേ? ഇനി CPM എത്ര വീട് വെച്ചു കൊടുത്തു? DYFI ഫണ്ട് കൊടുത്തു, സമ്മതിച്ചു. അതുപോലെ ഈ നാടിന് പുറത്തുള്ള ആളുകളും കോടിക്കണക്കിന് മനുഷ്യർ കോടിക്കണക്കിന് രൂപ പൊതുഖജനാവിലേക്ക്, ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. CPM എത്ര വീട് വെച്ചു കൊടുത്തു? ഒന്നും ചെയ്യാത്ത CPM എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആക്ഷേപിക്കുന്നു. കോൺഗ്രസ് അവിടെ ഭൂമി ഏറ്റെടുത്തു വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി. നിങ്ങൾ എന്ത് ചെയ്തു? സർക്കാർ ചെയ്യുന്നത് നിങ്ങളുടെ അല്ല, സർക്കാർ കേരളത്തിലെ എല്ലാവരുടേതുമാണ്. സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം കൊടുക്കുന്നത് എല്ലാവരുമാണ്, CPMകാരല്ല. അപ്പൊ CPMകാരുണ്ടാവും, കോൺഗ്രസ്സുകാരുണ്ടാവും, ലീഗുകാരുണ്ടാവും, BJPക്കാരുണ്ടാവും. നിങ്ങൾ എത്ര കൊടുത്തു?
CPM എത്ര വീട് കൊടുക്കാൻ പറ്റി? ഇല്ലല്ലോ. വെറുതെ കുറ്റം പറയും. അഭിലാഷേ ഒന്ന് പൂർത്തിയാക്കട്ടെ. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പ്രളയ ഫണ്ട് തട്ടിയെടുത്തതിന്റെ പേരിൽ ജയിലിൽ പോയത് സഖാക്കന്മാരല്ലേ? വയനാട് ദുരിതാശ്വാസ ഫണ്ടിന് വേണ്ടി പിരിച്ച ബിരിയാണി ചലഞ്ചിൽ ജയിലിൽ പോയത് DYFയുടെ ആലപ്പുഴയിലെ സഖാക്കന്മാരല്ലേ? അപ്പൊ കുഴപ്പമുണ്ടാക്കുന്നവരും തെമ്മാടിത്തരം ചെയ്യുന്നവരും എല്ലായിടത്തും ഉണ്ടെന്നേ. അത് മാത്രം വിപുലീകരിച്ച് അതിനെ മാത്രം പർവ്വതീകരിച്ച് ആക്ഷേപിക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയെന്നില്ല. പിന്നെ ഹരിയാനയിൽ കോൺഗ്രസ് തോറ്റു, പ്രതിപക്ഷത്ത് കോൺഗ്രസാ. നിങ്ങൾ എവിടെയുള്ളേ? ബീഹാറിൽ കോൺഗ്രസ് തോറ്റു, ഞങ്ങളുണ്ട് അവിടെ പ്രതിപക്ഷത്തും സമരത്തിലും. നിങ്ങൾ എവിടെയുണ്ട്? ഇന്ത്യയിൽ എവിടെയുണ്ട്? നിങ്ങൾ 33 കൊല്ലം ഭരിച്ച ബംഗാളിലെ ആളുകൾ ഇവിടെ MP ഗോവിന്ദന് ജയ് വിളിക്കാൻ വരാല്ലേ? ഇനി കേരളത്തിലെ ഈ സഖാക്കന്മാർ തുടർഭരണം നഷ്ടപ്പെട്ടാൽ എവിടെ പോയി പൊറോട്ട അടിക്കും? അവിടെയുള്ള ആളുകൾ, ത്രിപുരയിലെ ആളുകൾ അങ്ങനെ തന്നെ BJP ആയി. ബംഗാളിലെ ആളുകൾ ഇവിടെ വന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. നിങ്ങൾ ഇവിടെ തോറ്റാൽ എവിടെ പോയി പൊറോട്ട അടിക്കും? ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നിങ്ങളുടെ ഒരു പദ്ധതിയും തുടർഭരണം നിങ്ങൾക്ക് കിട്ടൂല. ഇവിടെ UDF അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ഒരു പദ്ധതിയും ഞങ്ങൾ നടപ്പാക്കൂല. അതെല്ലാം കൈയോടെ പിടിച്ച് ഒക്കത്തിനെ പിടിച്ചകത്തിടും. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് തുടർഭരണം കിട്ടണമെന്ന്. ആ തുടർഭരണം കൂടി കിട്ടിയാൽ ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ നിലവറയിലോ ഈ നിലവറയിലെ സ്വർണ്ണം മുഴുവൻ ചെമ്പാക്കി മാറ്റാൻ വേണ്ടി വാസുവിനെ കൊണ്ടിരുത്താനാണോ? നിങ്ങൾക്ക് എന്തിനാ തുടർഭരണം? നിങ്ങൾക്ക് ഏത് സാധാരണക്കാരന് എന്ത് സേവനം ചെയ്തതിന്റെ പേരില തുടർഭരണം നിങ്ങൾ അവകാശപ്പെടുന്നത്? എന്താ നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട്? സാധാരണക്കാരൻ കയ്യൊപ്പിട്ട് തന്ന ഏത് പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ട് നിങ്ങൾക്ക്? ശരി അനിൽകുമാർ മറുപടി. ഞാൻ ചോദ്യമൊന്നും ചോദിക്കുന്നില്ല, ഇത് തന്നെ ധാരാളം. അല്ല, നിങ്ങൾക്ക് ഭരണം കിട്ടിയപ്പോഴല്ലേ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ട് കള്ളം ഗോവർദ്ധനെ കയറ്റിയത്? നിങ്ങൾക്ക് ഭരണം കിട്ടിയപ്പോഴല്ലേ സോണിയാഗാന്ധി ഇങ്ങേപ്പുറം കൊണ്ട് കള്ളം പോറ്റിയെ കയറ്റിയത്? അപ്പോൾ ഈ തുടർഭരണം കിട്ടുന്നത്, നിങ്ങൾക്ക് ഭരണം കിട്ടുന്നത് ഈ കാര്യത്തിനായിരിക്കുമോ? സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഈ തിരുവനന്തപുരത്തെ സി പത്മനാഭസ്വാമി ക്ഷേത്രം മൂട്ടിക്കുന്നവനെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടാക്കാനാണോ നിങ്ങൾ ഈ ഭരണം പിടിക്കാൻ നോക്കണത്? ഒരു ചർച്ച വരുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ കനകോലും ഇട്ടു തരുന്നു വെച്ചിട്ട് ചർച്ചയ്ക്ക് വരരുത്. വസ്തുതാപരമായി ചർച്ചയ്ക്ക് വരണം. അങ്ങനെ ചർച്ചയ്ക്ക് വരുമ്പോൾ എന്നോടൊരു ചോദ്യം, CPM എത്ര വീട് വെച്ച് കൊടുത്തു വയനാട്ടിൽ? CPM പറഞ്ഞെന്താണ്? ഞങ്ങളുടെ പാർട്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും. ഞാൻ ജിൻഡോ ജോണിനോട് പറയുന്നു, KPCC മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കാശ് കൊടുത്തോ? ഇല്ല. ഏതെങ്കിലും DCC കൊടുത്തോ? ഇല്ല. കോൺഗ്രസിൻ്റെ മുഴുവൻ MLA മാരും കൊടുത്തോ? ഇല്ല. കൊടുക്കരുതെന്ന് K. സുധാകരൻ പറഞ്ഞു. പരമാവധി പണം കൊടുക്കണമെന്ന് പിണറായിയുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൊടുക്കണമെന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞു. ഞാനടക്കം കൊടുത്തവരാ. ഞാനടക്കം ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുത്തവരാ. ഞങ്ങളുടെ എല്ലാ പാർട്ടി കമ്മിറ്റിയും വർഗ ബഹുജന സംഘടനയും. ഞാൻ കണക്ക് പറയൊരു 100 കോടി രൂപ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വയനാട്ടിന് കൊടുത്തു. ആ ഞങ്ങളെക്കുറിച്ചാണ് കട്ടവർ മൂട്ടിച്ചവർ എന്ന് 1 വെള്ളി രൂപ കൊടുക്കാത്ത BJP-ക്കാർ, 4 അണ കൊടുക്കാത്ത കോൺഗ്രസ്. എന്നിട്ട് ആ കോൺഗ്രസ്സുകാർ ആപ്പ് വെച്ച് പിരിച്ചിട്ട് എത്ര രൂപ ആപ്പിൽ കിട്ടി ഇന്നെങ്കിലും പറയാമോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഒരിക്കൽ അഭിലാഷാന്ന് തോന്നുന്നു കോൺഗ്രസിൻ്റെ പകുതിയോട് എത്ര രൂപ കിട്ടിയെന്ന് ചോദ്യം ചോദിച്ചിട്ട് 1 കൊല്ലമായി. പിന്നെ അഭിലാഷിൻ്റെ ഒരു ചർച്ചയിലും ആ മാന്യം വരാറില്ല. അഭിലാഷ് ആ കണക്ക് കുത്തിരി പിടിച്ച് ചോദിച്ച കേട്ടില്ലേ? KPCയുടെ ഒരു പകുതിയായിട്ട് ഇവിടെ വരുന്നൊരു മാന്യനോട് നിങ്ങൾ എത്ര രൂപ ജിൻഡോ ജോണിന് പറഞ്ഞിട്ട് പോകാം. ഒരു കണക്ക് വന്നിട്ടില്ല. 1 വെള്ളി രൂപയുടെ കണക്ക് കേരളത്തോട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞോട്ടെ അഭിലാഷ്, 1 വെള്ളി രൂപയുടെ വയനാട്ടിലെ ജനങ്ങൾ കാണിച്ച് കോൺഗ്രസ് പിരിച്ച ഒരു ആപ്പിലൂടെ പിരിച്ച 1 വെള്ളി രൂപയുടെ കണക്കും ജനങ്ങളോട് പറയാതെ ആകാശത്തിൽ എഴുതി കൂട്ടി. ആകാശത്തിൽ 300 വീട് എഴുതി കൂട്ടി. ഇത്ര ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് CPM വീട് വെച്ചോന്ന് ചോദിക്കുക. ഞങ്ങൾ വീട് വെക്കുമെന്ന് പറഞ്ഞിട്ടുമില്ല, അതിനുവേണ്ടി പണം പിരിച്ചിട്ടുമില്ല. ഞങ്ങളുടെ പാർട്ടി എന്ത് ചെയ്തു? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പാർട്ടി പണം കൊടുത്തു. ഞങ്ങളുടെ മെമ്പർമാർ പണം കൊടുത്തു. കോൺഗ്രസ് കൊടുത്തോ? കോൺഗ്രസ് ആപ്പിലേക്കെല്ലാം വാങ്ങിച്ചു. എന്നിട്ടോ മൊത്തം അത് വിഴുങ്ങിയിരിക്കുക. ഇതിന് ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ എന്താ പറയുക? അയ്യോ അഴിമതി. അത് കേട്ടു. കനകോല് പറയുന്ന അഴിമതി. ഈ ഹൈക്കോടതി പോയപ്പോൾ AI ക്യാമറയുടെ കാര്യത്തിൽ സതീശന് കിട്ടിയത് ഉമ്മയാണോ അടിയാണോ? നമ്മുടെ K-ഫോണിൻ്റെ കാര്യത്തിൽ ചെന്നിത്തലയ്ക്ക് സതീശനോട് കിട്ടിയത് ഉമ്മയാണോ അടിയാണോ? മാസപ്പടി കേസിൽ ഈ നമ്മുടെ കുഴൽനാടന് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയത് ഉമ്മയാണോ അടിയാണോ? പിന്നെ അവസാനം ഒരു കേസുണ്ടല്ലോ, സ്പ്രിംഗർ. എന്തായിരുന്നു? അയ്യോ എന്താ ഇവിടെ പറഞ്ഞത്? PPE കിറ്റ് 1000 കോടി. എവിടെ നിന്ന് കിട്ടി ഈ കണക്ക്? കനകോലും എഴുതി വെച്ച കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ കാര്യമാണ്, അവിടുത്തെ BJP-യുടെ കാര്യമാണ് 1000 കോടി. ഷെയ്നെ നീ PPE കിറ്റുമായിട്ട് വന്നപ്പോഴേ ഒരു PPE കിറ്റിന് 2000 രൂപയായിരുന്നു. അതാണ് കനകോലുവിൻ്റെ കണക്ക്. അത് കർണാടകത്തിലെ കണക്കാണ്, കേരളത്തിലെ കണക്കല്ല. കേരളത്തിലെ PPE കിറ്റിലും 2000 കോടി. 1000 കോടിയെ ഏത് ഇപ്പോൾ പറയുകയാണ് ഇവിടെ. കനകോലും എഴുതി തരുന്ന ഇങ്ങനെ വിളമ്പാൻ വേണ്ടി ഈ ചർച്ചയ്ക്ക് വന്നിരുന്നിട്ട് എന്ത് കാര്യം? നിങ്ങൾ ആദ്യം എഴുതി തരുന്ന സാധനം ഒന്ന് വായിച്ചു നോക്ക്. 1000 കോടിയുടെ PPE കിറ്റ് കേരളത്തിൽ ആകെ വാങ്ങിച്ചോ? ബഹുമാനപ്പെട്ട ജിൻഡോ ജോൺ, അങ്ങ് ഡോക്ടറല്ലേ, ബഹുമാനിക്കുന്നു അങ്ങേ. നിങ്ങൾ ഇങ്ങനെ പറയാൻ നിന്നാലുണ്ടല്ലോ നിങ്ങൾ തന്നെ കെണിയിലാവും. ഇവിടെ നമ്മുടെ പ്രളയ ഫണ്ട് സഖാക്കൾ അടിച്ചു മാറ്റി. എന്ത് കെട്ടുകഥകളാണ് പറയണത്? ഏത് പ്രളയ ഫണ്ടാ? ഓമനക്കുട്ടനോ? 70 രൂപയ്ക്കാ? ഏത് സഖാവിൻ്റെ കാര്യമാണ് പറഞ്ഞത്? ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്.
കേരളത്തിലെ സർക്കാരിൻ്റെ 1 വെള്ളി രൂപ ഏതെങ്കിലും ഒരാൾ അപകരിച്ചാൽ അതവൻ ജയിലിൽ കിടക്കും. ഇതൊന്നും ഒരു സഖാക്കളുടെ തലയിലും കെട്ടിവെക്കണ്ട. ആ ആരോപണങ്ങളും കെട്ടുകഥകളൊക്കെ അവിടെ ഇരുന്നച്ചാൽ മതി. ഞങ്ങൾ അതിനൊന്നും തലകുനിക്കാൻ പോകുന്നില്ല. ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞല്ലോ, ഏതാണ്ടൊക്കെ പറഞ്ഞു. വഴിമാറിപ്പോയി. ഞാനൊരു വഴിമാറിപ്പോയില്ല. ആശ എന്നൊരു കാര്യം പറഞ്ഞ ആരാ? ഞാനാണോ അദ്ദേഹമാണോ? ഈ ആശയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്താ ആശയെന്ന് വഴിമാറിപ്പോയത്? നിങ്ങൾ 1500 രൂപ ആശാപ്രവർത്തകർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും എന്ന് ബഹുമാനപ്പെട്ട നഡ്ഡ BJPയുടെ പ്രസിഡന്റ് പറഞ്ഞു എന്ന് സുരേഷ് ഗോപി പറഞ്ഞു. അത് ബഹുമാനപ്പെട്ട പ്രേമചന്ദ്രൻ എടുത്ത് ലോകസഭ ചോദ്യം ചോദിച്ചിട്ട് പറഞ്ഞു ആ കാശ് പിണറായിക്ക് വന്നിട്ടുണ്ട്, പിണറായി വിജയൻ അത് കൊടുക്കുന്നില്ല. ആ കാര്യത്തിൽ തീർപ്പുണ്ടാക്കാൻ അങ്ങയോട് പറഞ്ഞാൽ ഞാൻ വഴിമാറിപ്പോയോ? ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം എന്താണ്, നിങ്ങൾ അവിടെ ഇവിടെയുള്ള ഓരോ കാര്യം പെറുക്കിയെടുത്തിട്ട് ഒരു കഥയുണ്ടാക്കണ്ട. കേരളത്തിലെ സർക്കാർ ആശുപത്രി നന്നായി എന്ന് വെച്ചാൽ നന്നായി ഇല്ല എന്ന് പറയുന്നവരുടെ എണ്ണം കുറവാണ്. ശരി ശരി. എന്നാൽ അവിടെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരോ അവിടെ പ്രവർത്തിക്കുന്ന നഴ്സോ തെറ്റായി പെരുമാറിയാൽ അത് ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ നിന്ന് വെച്ച ആളുകളല്ല, അവിടെ ജോലി ചെയ്യുന്ന സർക്കാർ ജോലിക്കാരാണ്. അവരുടെ പേരിൽ അച്ചടക്ക നടപടിക്ക് വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം ചെയ്യും. പിന്നെ ഒരു ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു എന്ന് പറഞ്ഞല്ലോ, അതുണ്ടാക്കിയത് 72-ലാണ്. UDF ഭരിക്കുമ്പോഴാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. കലക്ടർ റിപ്പോർട്ട് എടുത്ത് വായിക്ക്. UDFന്റെ ഭരണകാലത്ത് UDF സർക്കാരിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട സാധനമാണ് ഇടിഞ്ഞു വീണത്. അതിന്റെ കെടുതി ഞങ്ങളുടെ തലേ വെച്ച് കെട്ടിക്കോ. അവിടെയാണ് 283 കോടി രൂപയുടെ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ട് മുഖ്യമന്ത്രി പോയത്. ശരി ശരി. തെരഞ്ഞെടുപ്പാണ്. 111 സ്കൂളാണ് ബഹുമാനപ്പെട്ട ഒറ്റവാക്ക് അഭിലാഷേ, 111 സ്കൂളുകളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു ദിവസം ഉദ്ഘാടനം ചെയ്തത്. ലോക ചരിത്രത്തിൽ 111 സ്കൂളുകൾ ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്ത ഒരു മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നല്ലാതെ ഒരു പേര് പറയാമോ കോൺഗ്രസിന്? എവിടെങ്കിലും? ശരി ശരി ശരി. എന്തായാലും ഇലക്ഷനാണ്, രണ്ടു കൂട്ടർക്കും പറയാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അഹങ്കാരം കൊണ്ടല്ല, വിനയം കൊണ്ടാണ്.